ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നുവന്ന് ജിബ്രീൽ നൽകുന്ന ചില ഉപദേശങ്ങൾ മൂന്നോളം സ്വഹാബികളിൽ നിന്ന് അത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജാ ജിബ്രീലു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ എന്ന് ജിബ്രീൽ അഭിസംബോധന ചെയ്യുകയാണ്. പലപ്പോഴും അഅറാബികൾ യാ മുഹമ്മദ് എന്ന് വിളിക്കാറുണ്ട്. കാരണം അവർക്ക് അദബില്ല, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അത് പഠിച്ചവരോ പഠിപ്പിക്കപ്പെട്ടവരോ അല്ല ഗ്രാമീണരായ അറബികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയോഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരെടുത്തു വിളിക്കുന്ന ഒരു പ്രയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നബിയുല്ലാ, റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ നബി, അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് നാം നിർവഹിക്കേണ്ടത്. പേരെടുത്ത് റസൂലുള്ളാഹിയെ വിളിക്കുന്ന രീതി ശരിയല്ല, അദബിനെതിരാണ്. ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരം ആരംഭിക്കുന്നു. 5 കാര്യങ്ങളാണ് ജിബ്രീൽ റസൂലുള്ളാഹിയെ ഉണർത്തുന്നത്. 5 കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമല്ല, ഈ ഉമ്മത്തിലുള്ള നമ്മൾ ഓരോരുത്തരോടുമാണ്, നമുക്കെല്ലാം അത് ബാധകമാണ്. ഒന്നാമത്തെ വിഷയം, ഇശ് മാ ശിഅത് ഫഇന്നക മയ്യിത്തുൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കുക. ഫഇന്നക മയ്യിത്തുൻ, എന്നാൽ താങ്കൾ മരണപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ നബിയെ, ഏതു രൂപത്തിലും നിങ്ങൾക്ക് ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ദുനിയാവെന്നുള്ളത്, ആ ദുനിയാവിലെ ആസ്വാദനങ്ങൾക്ക് പരിധിയുണ്ട്, ദുനിയാവിലെ സുഖങ്ങൾക്ക് പരിധിയുണ്ട്. ഫഇന്നക മയ്യിത്തുൻ, മരണപ്പെടാനുള്ളതാണ് നബിയെ. ഒരു ദിവസം മരണമെന്ന അതിരി നിങ്ങളെ തേടിയെത്തും. നമ്മളും ആലോചിക്കേണ്ടത് അത് തന്നെയാണ്. ഇവിടെ എങ്ങനെയും നമുക്ക് ജീവിക്കാം, സമ്പത്തും സൗകര്യങ്ങളും എല്ലാം വരുമ്പോൾ അധികാരത്തിന്റെ കൂടെ, സമ്പത്തിന്റെ കൂടെ ദുൽമും നമ്മളിലേക്ക് കടന്നു വരും. അള്ളാഹുവിനെ മറന്ന് ധിക്കാരികളായി നമുക്ക് ജീവിക്കാം. പക്ഷേ ഈ ദുനിയാവിലെ ജീവിതം അത് ശാശ്വതമല്ല. നമ്മളിവിടെ അനുഭവിക്കുന്ന ഏത് സുഖങ്ങൾക്കും പരിധിയുണ്ട്. ആ മരണത്തെ കണ്ടെത്തുന്നതുവരെയാണ് നമ്മുടെ സകല സുഖങ്ങളും സകല ആസ്വാദനങ്ങളും. അബുൽ അത്താഹിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ കൊട്ടാരത്തെ വർണ്ണിക്കുന്നുണ്ട്. ഇശ് മാ ബദാലക സാലിമൻ ഫീ ളില്ലി ഷാഹിഖത്തിൽ ഖുസൂരി, ആ രാജകീയമായ കൊട്ടാരം നോക്കി അറിയപ്പെടുന്ന ചരിത്രത്തിലൊരു കവി ആ കൊട്ടാരത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ഏറ്റവും സുഖത്തോടുകൂടെ, ഏറ്റവും സൗകര്യങ്ങളോടുകൂടെ നിങ്ങൾ ഈ കൊട്ടാരത്തിൽ ജീവിക്കുക. അതിനുശേഷം ആ കൊട്ടാരത്തിന്റെ സൗകര്യങ്ങൾ അത് ഓരോന്നങ്ങനെ അദ്ദേഹം വർണ്ണിച്ച് അവസാനം ആ കവിതയിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഫഇദൻ നുഫൂസു തഖഅഖഅത്, എന്നാൽ ഒരു ദിവസം വരാനുണ്ട്, ഇവിടെ നല്ല സുഖം നിറഞ്ഞ ശീതീകരിച്ച റൂമുകളുണ്ടെങ്കിലും, നല്ല മെത്തകളുണ്ടെങ്കിലും, ഭക്ഷണങ്ങളുണ്ടെങ്കിലും, സൗകര്യങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ കാറും ബംഗ്ലാവും നിങ്ങൾക്കുണ്ട് എങ്കിലും ഒരു ദിവസം വന്നെത്താനുണ്ട്. റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ദിവസം, നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഒരു ദിവസം, അത് യാഥാർത്ഥ്യമാണ്, അത് അനുഭവിക്കാനുള്ളതാണ്. ഫഹുനാക തഅലമു മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ, അന്നാണ് തിരിച്ചറിയുക, ഞാൻ വഞ്ചനയിലാണ്, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഈ കൊട്ടാരവും ഈ ബംഗ്ലാവും ഈ ദുനിയാവും ഈ സമ്പത്തും എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അന്നാണ് നിങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തെ വിഷയം, ഈ ദുനിയാവിൽ എങ്ങനെയും ജീവിക്കാം, പക്ഷേ അതിന് പരിധിയുണ്ട്. ഏത് സുഖങ്ങളുടെ പിറകെ പോയാലും ആ സുഖങ്ങൾ, അതിനു പരിധിയുണ്ട്. ദുനിയാവിൽ ഒരു മരണമുണ്ട്. രണ്ടാമത്തത്, വഅമൽ മാ ശിഅത്
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുക. ഫഇന്നക മജ്സിയുൻ ബിഹി, ഇവിടെ എന്തും നിങ്ങൾക്ക് പ്രവർത്തിക്കാം, എന്തും നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവല്ല. ഇവിടെ എല്ലാം ചെയ്ത് പരലോകത്തങ്ങോട്ട് കഴിച്ചിലാകാം എന്ന് കരുതേണ്ടതില്ല. റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന്, റബ്ബിന്റെ വിചാരണയിൽ നിന്ന് കുതറി മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. പല ആളുകൾ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അതൊക്കെ പടച്ചോൻ അങ്ങോട്ട് പുറത്തു തരും, പടച്ചോൻ അതൊക്കെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു തരും. എന്നിട്ട് തോന്നിവാസികളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമലുകൾ ചെയ്യുമ്പോൾ അറിയുക, പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അറിയുക, ആ റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ നമുക്ക് കഴിയില്ല. നമ്മളെക്കാൾ വലിയ ധിക്കാരികൾ കടന്നുപോയി. ഫിറഔൻ എല്ലാം ഉണ്ടായിരുന്നു. ഫിറഔനിനെ കടലിൽ മുക്കി നശിപ്പിച്ചു റബ്ബ്. അവന്റെ കാതിൽ, അവന്റെ കണ്ണിൽ, അവന്റെ മൂക്കിൽ ആ ഉപ്പുജലം ഊർന്നിറങ്ങിയപ്പോ, കടലിലേക്ക് മുക്കിത്താഴ്ത്തിയപ്പോ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർള്. ആകാശവും ഭൂമിയൊന്നും കരഞ്ഞിട്ടില്ലടോ. ഫിർഔൻ കടലിൽ മുങ്ങി നശിച്ചപ്പോ ആകാശം ഒരിറ്റ് കണ്ണുനീര് പൊടിച്ചിട്ടില്ല, ഭൂമി ഒരിറ്റ് കണ്ണുനീര് പൊടിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താലും നമ്മുടെ മരണം എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഈ ചെയ്ത അമലുകൾ കാണും. മൂന്നാമത്തെ വിഷയം, വഅഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖ്. നിനക്കിഷ്ടമുള്ളവരെ ഇവിടെ സ്നേഹിക്കാം, നീ ആരെയും നിനക്ക് ഇവിടെ സ്നേഹിക്കാം, ഇഷ്ടപ്പെടാം. പക്ഷെ നീ ആരെ സ്നേഹിച്ചു കഴിഞ്ഞാലും അവരെ നീ വേർപിരിയും. നമ്മുടെ മക്കളെ നമ്മൾ വേർപിരിയും, നമ്മുടെ ഭാര്യയെ നമ്മൾ വേർപിരിയും. എത്ര സ്നേഹമുള്ള ചങ്ങാതിമാരാണെങ്കിലും ആ സ്നേഹബന്ധങ്ങളെല്ലാം ഈ ദുനിയാവിൽ വേർപ്പെടുത്തി നമ്മൾ പോകും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും എത്ര സ്നേഹത്തോടു കൂടെയാണ് കഴിയുന്നത്. ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് പറയും, നിങ്ങൾ എൻ്റെത് മാത്രാണ്. ഭർത്താവ് ഭാര്യയോടും പറയും, എന്റേതാണ് നീ. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എത്ര സമയം ആ മയ്യത്തിന്റെ മുന്നിലിരിക്കാൻ ഭാര്യയ്ക്ക് അവസരം കിട്ടും. നമ്മൾ കുറെ മരണം കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് മരണ വീട്ടിൽ നമ്മൾ പോയി ആ രംഗങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ മയ്യത്തും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. നമ്മുടെ ഭർത്താവിന്റെ മയ്യത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും, ആളുകൾ തടിച്ചുകൂടും, ഓരോരുത്തരിങ്ങനെ കണ്ട് ഒരു 2 മിനിറ്റ് സമയം, ഒരു 1.5 മിനിറ്റ് സമയം, അതാണ് ഭാര്യയ്ക്ക് കിട്ടുന്ന സമയം. ഇന്നലെ വരെ എല്ലാമായിരുന്ന, ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ ഒരു 2 മിനിറ്റ് സമയമാണ് ഭാര്യയ്ക്ക് കിട്ടുക. കാരണവന്മാരിങ്ങനെ പറയും, എല്ലാവരും ഒന്ന് മാറിക്കൊടുത്താൽ ഭാര്യയ്ക്ക് കാണായിരുന്നു. കുറച്ച് ആൾക്കാരിങ്ങനെ കൊണ്ടുവരും, ഒരു 2-3 മിനിറ്റ് സമയം മാത്രം. അതിനപ്പുറത്ത് വേർപിരിഞ്ഞേ തീരൂ. നമ്മുടെ എത്രയെത്ര ഉറ്റ ചങ്ങാതിമാർ, എത്രയെത്ര സ്നേഹിതന്മാർ, ജീവിത കാലഘട്ടത്തിൽ എത്രയോ സമയം അവരോടൊപ്പം ചിലവഴിച്ചു, എത്രയോ കഥകൾ പറഞ്ഞു. തണുത്തുറച്ച മയ്യത്തായി വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ കാണാൻ കിട്ടിയൊരു 30 സെക്കൻഡ് അതേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് കബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. പ്രിയമുള്ളവരെ, ഏതു ബന്ധങ്ങളും പിരിയും. മക്കളുമായി പിരിയും, ഭാര്യയുമായി പിരിയും. ഈ ദുനിയാവ് അങ്ങനെയാണ്. ഈ ബന്ധങ്ങളെല്ലാം എന്നും കൂടെയുണ്ട് എന്ന് കരുതണ്ട. കൂടെ വരുന്നത് അമലാണ്, കൂടെ വരുന്നത് നമ്മുടെ അമലാണ്. ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ 36 വയസ്സാണ് അദ്ദേഹത്തിന്. മയ്യത്ത് വിട്ടുതരുന്നില്ല. എന്തേ കാരണം? 36-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ എങ്ങനെ അറ്റാക്ക് വരും? അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. കുടുംബക്കാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ കാത്തിരിക്കാൻ. മയ്യത്ത് കിട്ടി, അതിവേഗത്തിൽ കാണേണ്ടവര് കണ്ട് അത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടേതാണെന്ന് തോന്നുന്ന പലതും നമ്മുടേതല്ല. ബാക്കിയാകുന്ന സ്നേഹം റബ്ബിന്റെ മാർഗത്തിലുള്ളതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട്, നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. പലരെയും പല രൂപത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണപ്പെടുന്നതോടുകൂടെ ഈ ദുനിയാവിലെ സകല സ്നേഹങ്ങളും കഴിഞ്ഞു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതൊഴിച്ച് റബ്ബിന്റെ മാർഗത്തിലുള്ളതാണെങ്കിൽ നാളെ സ്വർഗത്തിലുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ, മരണത്തിനപ്പുറവും സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത് ഭാര്യയുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും ആ ഒരു ബന്ധം ഉണ്ടാകണം. ഒരു സഹോദരന്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് മുന്നിൽ വെച്ച്, മയ്യത്തെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, എന്റെ ഭാര്യ, അവളിൽ ഖൈറു മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ മക്കൾക്ക് തർബിയത്ത് നൽകിയത് അവളാണ്. റബ്ബേ, ദുനിയാവിൽ ഞാൻ അവളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, സ്വർഗത്തിലും എനിക്കവളെ ഇണയായി നൽകണേ എന്ന് പറഞ്ഞ് നിറമിടികളോടുകൂടെ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ്, ആ സ്നേഹം നിലനിൽക്കും. അത് റബ്ബിന്റെ മാർഗത്തിലാണ്. ദീനാണ് അവരെ ഇണക്കിയത്. ആ ദീൻ, ആ റബ്ബിന്റെ മാർഗത്തിലുള്ള ഇഷ്ടം നമ്മുടെ ഇണകളുമായി, നമ്മളുടെ അടുപ്പമുള്ളവരുമായി ദീൻ നമ്മളെ ഇണക്കി ചേർക്കണം. നാലാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നൽകിയ ഉപദേശം, വഅലം, നബിയെ അറിയുക, മനസ്സിലാക്കുക, അന്ന ശറഫൽ മുഅ്മിൻ ഖിയാമുൽ ലൈൽ, ഒരു മുഅ്മിനിന്റെ ഷറഫ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കലാണ്. രാത്രി സുദീർഘമായി നമസ്കരിച്ചവരിവിടെയുണ്ട്. പരിശുദ്ധ റമളാനിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ രാത്രി നമസ്കാരം നിർവഹിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. തറാവീഹിനേക്കാൾ പുണ്യം ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കലാണ്, രാത്രിയെ സജീവമാക്കലാണെന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഖിയാമുൽ ലൈൽ നിർവഹിച്ചവരുണ്ട്. റമളാൻ കഴിഞ്ഞ് നമ്മുടെ നമസ്കാരം എവിടെ പോയി? ഒരു മുഅ്മിനിന്റെ ഷറഫ് ജനങ്ങൾ ഉറങ്ങുന്ന രാത്രിയിൽ റബ്ബിനോട് സംസാരിക്കലാണ്. ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തലാണ്. അതാണ് ഒരു മുഅ്മിനിന്റെ ഷറഫ്. അത് നമ്മുടെ യോഗ്യതയാണ്. ആ യോഗ്യത നമുക്കുണ്ടാകണം. മറ്റു ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അവയെല്ലാം സുബഹിയുടെ മുമ്പേ അവരുടെ ജീവിതം തുടങ്ങുന്നു. നമ്മളെങ്ങനെ മൂടിപ്പൊതച്ച് കിടക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല ഈ ഉപദേശം, ഇത് നമ്മോടുകൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ വിഷയം, രാത്രി നമസ്കാരത്തിന്റെ വിഷയം, അത് നാം ശ്രദ്ധിക്കുക. അള്ളാഹു ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. 5ാമത്തെ വിഷയം, വഇസ്സഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. ഒരു മുസ്ലിമിന്റെ പ്രതാപം എന്നുള്ളത് ജനങ്ങളെ ആശ്രയിക്കാത്തതിലാണ്. എപ്പോഴും ജനങ്ങളോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുക, ജനങ്ങളിൽ നിന്ന് വല്ല ഔദാര്യവും കൊതിക്കുക, ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ജനങ്ങളുടെ പിറകെ പോകുന്നവരല്ല, ഔദാര്യങ്ങളുടെ പിറകെ പോകുന്നവരല്ല, ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നവനല്ല. അതിലല്ല മുസ്ലിമിന്റെ ഇസ്സത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചോദിക്കുന്നത് കുറക്കണം. ചോദിച്ചാൽ ഉത്തരം നൽകുന്നൊരു സെട്ടാവുണ്ട്. ആ റബ്ബിനോട് ചോദിക്കാൻ സമയമുണ്ടാകണം. റബ്ബിനോട് ചോദിക്കുന്നതാണ് ഇസ്സത്ത്. സിട്ടികളോട് ചോദിക്കുമ്പോ ഒരു തവണ ചോദിച്ചു തന്നു, 2 തവണ ചോദിച്ചു തന്നു, 3ാമത്തത് ചോദിച്ചാൽ മനസ്സിനൊരു പ്രയാസമാണ്. നമ്മളിങ്ങനെ ഓരോ കാരണം പറയും, എങ്ങനെങ്കിലും ഒന്ന് തിരിച്ചയക്കാൻ നോക്കും. റബ്ബ് അങ്ങനെയല്ല.
ചോദിക്കാത്തവരിൽ നിന്നാണ് റബ്ബ് അകലുക. ചോദിക്കാത്തവരിൽ നിന്നാണ് നമ്മുടെ റബ്ബ് അകലുക. ചോദിക്കുന്നത് റബ്ബിന് ഇഷ്ടമാണ്. ആവർത്തിച്ച് ചോദിക്കുന്ന അബ്ദിനെ, അടിമയെ റബ്ബിന് ഇഷ്ടമാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, സൃഷ്ടികളോട് ചോദിക്കേണ്ടതില്ല, സൃഷ്ടികളോട് കൈ നീട്ടേണ്ടതില്ല. റബ്ബിനോട് ചോദിക്കുക. കടം വന്നു, ഒരു പണക്കാരനോട് ചോദിച്ചാൽ പ്രതീക്ഷയുണ്ട്. രോഗം വന്നു, ഡോക്ടറോട് ചോദിക്കുമ്പോൾ, ഡോക്ടറുടെ മുന്നിൽ ചെന്ന് പ്രയാസങ്ങൾ ഇറക്കി വെക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്. ആരാണ് ആ ധനികന് സമ്പത്ത് നൽകിയത്? ആ ധനികന് സമ്പത്ത് നൽകിയ ഖനിയായ റബ്ബിനോട് ചോദിക്കുമ്പോൾ എന്തേ നമുക്ക് പ്രതീക്ഷയില്ലാത്തത്? റബ്ബിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ അഹദുക്കും ഫൽയഅസിം അൽമസ്അല. കിട്ടോ കിട്ടൂലേ? സംശയത്തിലല്ല ചോദിക്കേണ്ടത്, ഉറച്ച് നിങ്ങൾ ചോദിക്കണം. വലാ തഖൂലന്ന അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅതിനി. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൽകണേ, പടച്ചോനെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പൊറുക്കണേ. അതല്ല ചോദിക്കേണ്ടത്. റബ്ബേ എനിക്ക് നൽകണം, റബ്ബേ എനിക്ക് വേണം, റബ്ബേ എനിക്ക് നൽകിയേ തീരൂ. അങ്ങനെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടാൻ, ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അതിലാണ് ഇസ്സത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിനോട് ചോദിക്കുന്നവരാകണം. ഈ 5 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഉപദേശമാണ്. ഈ ഉമ്മത്തിലുള്ള മുഴുവൻ മുസ്ലിം സഹോദരന്മാരോടുമുള്ള വസിയ്യത്താണ്, ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവ് നശ്വരമാണ്, ദുനിയാവിൽ മരണമുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഈ ദുനിയാവിൽ ചെയ്യുന്ന ഏത് അമലുകളും അത് റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറിമാറാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എത്ര അടുപ്പമുള്ള ബന്ധുക്കളാണെങ്കിലും സ്നേഹങ്ങളാണെങ്കിലും അതെല്ലാം വേർപിരിയും. റബ്ബിന്റെ മാർഗത്തിലുള്ള ഇഷ്ടം മാത്രമാണ് ബാക്കിയാവുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അടിമകളോട് ചോദിക്കുമ്പോഴല്ല, റബ്ബിനോട് ചോദിക്കുന്നതിലാണ് നമ്മുടെ ഇസ്സത്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. രാത്രി നമസ്കരിക്കുന്നതാണ് നമ്മുടെ യോഗ്യത എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ അമലുകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കും.